നമസ്കാരം. പ്രധാന വാർത്തകൾ. കുവൈത്ത് ദുരന്തം വാക്കുകൾക്ക് അതീതവും അതീവ ദുഃഖകരവുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ആരോഗ്യമന്ത്രി കുവൈത്തിൽ പോയി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ ജീവിക്കാനുള്ള സാഹചര്യമൊരുക്കണമെന്നും ഗവർണർ. മികച്ച വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിലൂടെ മാത്രമേ പട്ടികജാതി പട്ടികവർഗ സമൂഹത്തിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടാക്കാനാകൂ എന്നും ഇതുകൊണ്ടാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും മന്ത്രി കെ രാധാകൃഷ്ണൻ. പാലക്കാട് നൂറണി പോസ്റ്റ് മെട്രിക് ഗേൾസ് ഹോസ്റ്റൽ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം തുടങ്ങി. പാലക്കാട് മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ തിയേറ്റർ ബ്ലോക്ക് 1 മാസത്തിനകം പ്രവർത്തന സജ്ജമാക്കുമെന്ന് മന്ത്രിയുടെ ഉറപ്പ്. കേന്ദ്ര സഹമന്ത്രിയായ ശേഷം ആദ്യമായി തൃശൂരിലെത്തിയ സുരേഷ് ഗോപിക്ക് റെയിൽവേ സ്റ്റേഷനിൽ ബിജെപി ജില്ലാ കമ്മിറ്റിയുടെ ഉജ്ജ്വല വരവേൽപ്പ്. കൽദായ സുറിയാനി സഭയുടെ തൃശൂരിലെ ആസ്ഥാനത്തെത്തിയ സുരേഷ് ഗോപി സഭാ മുൻ അധ്യക്ഷൻ മാർ അപ്രേം മെത്രോപൊലീത്തയെ സന്ദർശിച്ചു. കോഴിക്കോട് എയിംസ് സ്ഥാപിക്കണമെന്ന ആവശ്യം പ്രാദേശിക വാദത്തിന്റെ ഭാഗമെന്ന് മാധ്യമങ്ങളോട് സുരേഷ് ഗോപി. മന്ത്രിതല ചർച്ചയിലും പാലക്കാട് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളുടെ സമരം ഒത്തുതീർപ്പാക്കാത്ത സാഹചര്യത്തിൽ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ബിജെപി. നേതാക്കൾ സമരപന്തലിലെത്തി പിന്തുണ അറിയിച്ചു. ആരോഗ്യരംഗത്ത് നമ്പർ 1 എന്നത് സർക്കാരിന്റെ വിടുവായത്തം മാത്രമെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ. നെല്ല് സംഭരിച്ച് 8 മാസം പിന്നിട്ടിട്ടും സപ്ലൈകോ പണം നൽകിയില്ല. കോട്ടായി പെരിങ്ങോട്ടുകുറിശി മാത്തൂർ മേഖലയിലെ കർഷകർ കടുത്ത പ്രതിസന്ധിയിൽ. കൂട്ടത്തോടെ ബാങ്ക് ശാഖകളിലെത്തി കർഷകരുടെ പ്രതിഷേധം. 2 ദിവസത്തിനകം പരിഹാരമുണ്ടാക്കുമെന്ന് ബാങ്ക് അധികൃതർ ഉറപ്പു നൽകിയതായി കർഷകർ. പട്ടാമ്പി മേഖലയിൽ മോഷണങ്ങൾ തുടർക്കഥയായ സാഹചര്യത്തിൽ പോലീസിന്റെ നൈറ്റ് പട്രോളിംഗ് ശക്തമാക്കണമെന്ന ആവശ്യമുന്നയിച്ച് കീഴായൂരിലെ റെസിഡൻസ് അസോസിയേഷൻ പട്ടാമ്പി പോലീസിന് നിവേദനം നൽകി. മാരകായുധങ്ങളുമായി മോഷ്ടാക്കൾ വിലസുന്ന CCTV ദൃശ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഭീതിയൊഴിയാതെ കീഴായൂർ നിവാസികൾ. വാർത്തകൾ വിശദമായി. കുവൈത്ത് ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. വാക്കുകൾക്ക് അതീതം അതീവ ദുഃഖകരമെന്ന് ഗവർണർ തൃശൂരിൽ പ്രതികരിച്ചു. ആരോഗ്യമന്ത്രി കുവൈത്തിൽ പോയി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലെന്നും നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യമൊരുക്കണമെന്നും ഗവർണർ പറഞ്ഞു. സ്വന്തം നാട്ടിൽ ജീവിക്കാനാവാതെ വന്നപ്പോഴാണ് പലർക്കും നാടുവിടേണ്ടി വന്നത്. The whole country is feeling so sad, and one can only convey sympathies to the bereaved families and earnestly hope that these things do not happen in future. And we will have to do some long-term thinking. Why people are forced to leave their home and earth, and they have no option but to go outside seeking jobs, because locally there are no opportunities available. മന്ത്രി കുവൈറ്റിൽ പോയി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഒരു ദിവസത്തേക്ക് പോയി പിറ്റേ ദിവസം മടങ്ങി വന്നിട്ട് എന്ത് ചെയ്യാനാകും? അത്തരമൊരു യാത്ര തികച്ചും അനാവശ്യമാണ്. They are reaching today, so you go yesterday, you go, come back again today. What will be what is the actual work which will be done there? Already the government of India's ministers were in Kuwait and they are bringing today. ബിജെപിയുടെ വിജയം ജനങ്ങൾ തീരുമാനിച്ചതാണ്. കണ്ണൂരിൽ CPM പരാജയപ്പെട്ടതിൽ വളരെ സന്തോഷിക്കുന്നു. ബോംബ് രാഷ്ട്രീയത്തെ മഹത്വവൽക്കരിക്കാനാണ് CPM ശ്രമിക്കുന്നത്. അക്രമ രാഷ്ട്രീയത്തിനെതിരായ ജനവിധിയാണ് കണ്ണൂരിലുണ്ടായത്. One thing I am very happy about, particularly about Kannur, because there were attempts to glorify bomb culture and violence, and I especially I'm saying it, I especially compliment the people of Kannur. They have refused to endorse the culture of bomb making. കേരളത്തിൽ തൊഴിലെടുത്ത് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ടെന്ന് ഗവർണർ പറഞ്ഞു. പക്ഷേ ഉപജീവനത്തിനായി പലർക്കും നാടുവിടേണ്ടി വരുന്നു. നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ ജീവിക്കാൻ കഴിയണം. അതിനായി അവസരങ്ങൾ ഒരുക്കണമെന്നും ഗവർണർ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മികച്ച വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിലൂടെ മാത്രമേ പട്ടികജാതി പട്ടികവർഗ സമൂഹത്തിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയൂ എന്നും ഇതുകൊണ്ടാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും മന്ത്രി കെ രാധാകൃഷ്ണൻ. പാലക്കാട് നൂറണി പോസ്റ്റ് മെട്രിക് ഗേൾസ് ഹോസ്റ്റൽ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അർഹരായ പട്ടികജാതി പട്ടികവർഗ വിഭാഗം വിദ്യാർത്ഥികൾക്ക് എവിടെയും അവർ ആഗ്രഹിക്കുന്ന ഉന്നത പഠനം ലഭ്യമാക്കും. ഇതുവരെ 691 വിദ്യാർത്ഥികൾക്ക് വിദേശ സർവകലാശാലകളിൽ
പഠിക്കാനുള്ള സൗകര്യം ഒരുക്കി കഴിഞ്ഞു. ഈ വർഷം 251 അപേക്ഷ കൂടി അനുവദിക്കും. വിങ്സ് പദ്ധതിയിലൂടെ 5 ട്രൈബൽ വിദ്യാർത്ഥികൾ പൈലറ്റ് ലൈസൻസ് നേടി. ഇവർക്ക് ഇന്റർനാഷണൽ ലൈസൻസ് കൂടി ലഭ്യമാക്കാനുള്ള സാമ്പത്തിക സഹായം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. അട്ടപ്പാടി പോലുള്ള പിന്നോക്ക മേഖലകളിൽ നിന്ന് എല്ലാ വർഷവും ഡോക്ടർമാർ പഠിച്ചിറങ്ങുന്ന സ്ഥിതിയായി. 50 വർഷത്തിനിടെ ഒരു ഡോക്ടർ എന്ന മുൻ കണക്കുകളിൽ നിന്നുള്ള മാറ്റമാണിത്. +2 പാസ്സായ SC/ST മറ്റ് പിന്നോക്ക വിദ്യാർത്ഥികൾക്കായി ജർമ്മനിയുമായി സഹകരിച്ച് നഴ്സിംഗ് പഠിപ്പിച്ച് തൊഴിലുറപ്പാക്കുന്ന പദ്ധതിയുടെ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. പഠിച്ചു വരുന്ന കുട്ടികൾക്ക് തൊഴിലും കൊടുക്കാൻ കഴിയണം. ഈ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകളിലെല്ലാം തന്നെ കൂടുതൽ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കാൻ വേണ്ടി കഴിയണം. പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിലേക്കോ അല്ലെങ്കിൽ ഹോസ്റ്റലിലേക്കോ വരുന്ന കുട്ടികൾ അവരുടെ സമയം ചെലവഴിക്കാൻ വേണ്ടി വരുന്നവരാണ് എന്നുള്ള രീതി മാറി പഠിക്കാൻ വരുന്നവരായി മാറണം. പഠിക്കാനുള്ള എല്ലാ സൗകര്യവും അവിടെ ഉണ്ട് അല്ലേ? പ്രാവശ്യം തീരുമാനിച്ചിട്ടുണ്ട് 10 കുട്ടികൾ താഴെയുള്ള ഹോസ്റ്റലുണ്ടെങ്കിൽ ആ ഹോസ്റ്റലെയൊക്കെ തന്നെ നിർത്തലാക്കി പകരം അവിടെ മറ്റെന്തെങ്കിലും ട്രെയിനിങ് ആരംഭിക്കണം. ഈ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തുടങ്ങിയ MRSയിലേക്ക് കുട്ടികളെ അയക്കുകയും ചെയ്യും. പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ, കൗൺസിലർ PS വിപിൻ, സംസ്ഥാന പട്ടികവർഗ ഉപദേശക സമിതി അംഗങ്ങളായ കെ രാജൻ, M ശ്രീധരൻ, ITDP അട്ടപ്പാടി പ്രോജക്ട് ഓഫീസർ VK സുരേഷ് കുമാർ, പാലക്കാട് പട്ടികവർഗ വികസന ഓഫീസർ M ഷമീന, പട്ടികവർഗ വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ K കൃഷ്ണപ്രകാശ്, PWD ബിൽഡിംഗ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ C രാജേഷ് ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേന്ദ്ര സഹമന്ത്രിയായ ശേഷം ആദ്യമായി തൃശൂരിലെത്തിയ സുരേഷ് ഗോപിക്ക് BJP തൃശൂർ ജില്ലാ കമ്മിറ്റി റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. തുടർന്ന് കൽദായ സുറിയാനി സഭയുടെ തൃശൂരിലെ ആസ്ഥാനത്തെത്തിയ സുരേഷ് ഗോപി സഭയുടെ മുൻ അധ്യക്ഷൻ മാർ അപ്രേം മെത്രാപ്പൊലീത്തയെ സന്ദർശിച്ചു. മാർ അപ്രേം മെത്രാപ്പൊലീത്തയുടെ 84ാം പിറന്നാളിന്റെ ഭാഗമായിട്ടായിരുന്നു സന്ദർശനം. സന്ദർശനവേളയിൽ കേക്ക് മുറിച്ച് സുരേഷ് ഗോപി മാർ അപ്രേം തിരുമേനിക്ക് നൽകി. തിരക്കുകൾക്കിടയിലും തന്നെ കാണാനെത്തിയതിൽ മെത്രാപ്പൊലീത്ത ആഹ്ലാദം പ്രകടിപ്പിച്ചു. കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപി തൃശൂരിൽ വികസനം കൊണ്ടുവരുമെന്ന് അദ്ദേഹം പറഞ്ഞു. തിരക്കിൻ്റെ ഉള്ളിൽ വന്നതിൽ സന്തോഷമുണ്ട്. എനിക്ക് ഒരു സുഖമില്ല, സന്തോഷമാണ്. ഈ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയതിലൂടെ തൃശ്ശൂരിന് കുറച്ചൊരു വികസനം കൊണ്ടുവരും ഒരു കാഴ്ചപ്പാടുണ്ട്. സന്ദർശനത്തിന് ശേഷം പുറത്തിറങ്ങിയ സുരേഷ് ഗോപി കോഴിക്കോട് എയിംസ് സ്ഥാപിക്കണമെന്ന ആവശ്യം തള്ളി. പ്രാദേശികവാദത്തിനപ്പുറം സംസ്ഥാനത്തിന്റെ വിശാല തലത്തിൽ വേണം എയിംസ് സ്ഥാപിക്കാനെന്നും സുരേഷ് ഗോപി തൃശൂരിൽ പറഞ്ഞു. ഞാൻ തിരുവനന്തപുരത്ത് വേണമെന്ന് പറഞ്ഞില്ല, കൊല്ലത്ത് വേണമെന്നും പറഞ്ഞില്ല, തൃശ്ശൂർ വേണമെന്നും ഞാൻ പറയുന്നില്ല. ഇത് കേരളത്തിന് വേണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ആ കേരളത്തിന് ഇത് വരാൻ സാധ്യതയുണ്ടെങ്കിൽ വെറുതെ പ്രാദേശികവാദം ഉന്നയിച്ച് പിടിവലി നടത്തി അത് വീണ്ടും 1 വർഷം വൈകിപ്പിക്കരുത്, 2 വർഷം വൈകിപ്പിക്കരുത് എന്ന് മാത്രമേ. രാഘവേട്ടനൊക്കെ അത് പറയാനുള്ള അവകാശം അവർക്കുണ്ട്. അതുപോലെ 14 ജില്ലയ്ക്കും അവകാശമുണ്ട്. ആ അവകാശങ്ങളെല്ലാം വന്നോട്ടെ. എനിക്ക് തോന്നുന്നത് ഫീസിബിലിറ്റിയും ഇതിൻ്റെ ഒരു റീച്ചബിലിറ്റി, ആക്സസിബിലിറ്റി ആൻഡ് റീച്ചബിലിറ്റി, ഇത് എത്തുകയും വേണം, ഇവിടേക്ക് എത്തുകയും വേണം എന്ന് പറയുന്ന വലിയ സൗകര്യം. ഇനി ഇതിൻ്റെ ഒരു സ്ഥാപനം കൃത്യമായ സ്ഥലത്താകുന്നത് വഴി ജോബ് ജനറേഷൻ്റെ പൊട്ടൻഷ്യൽ, അതുപോലെ തന്നെ ടൂറിസവുമായിട്ട് കണക്ട് ചെയ്ത് ആ പ്രദേശത്തേക്ക്, ഞാൻ ഉദ്ദേശിക്കുന്ന പ്രദേശമാണെങ്കിൽ, ഞാൻ ആഗ്രഹിക്കുന്ന പ്രദേശമാണെങ്കിൽ അവിടേക്ക് വരാൻ പോകുന്ന റോഡ് വികസനം എന്ന് പറയുന്നത് ഏത് മേഖലയെ കൊണ്ട് ഇന്ന് ഏതൊക്കെ സംസ്ഥാനങ്ങളെയാണ് കൂട്ടി യോജിപ്പിക്കാൻ പോകുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മാരകായുധങ്ങളുമായുള്ള മോഷ്ടാക്കളുടെ വിളയാട്ടത്തെ തുടർന്ന് പട്ടാമ്പി കീഴായൂരിലെ ജനങ്ങൾ ഭീതിയിൽ. വ്യാഴാഴ്ച പുലർച്ചെ നടന്ന മോഷണം ഉൾപ്പെടെ 1 മാസത്തിനുള്ളിൽ 2 കവർച്ചയാണ് നടന്നിരിക്കുന്നത്. പോലീസിന്റെ നൈറ്റ് പട്രോളിംഗ് ശക്തമാക്കണമെന്നാവശ്യപ്പെട്ട് കീഴായൂരിലെ ശ്രീശൈലം റെസിഡൻസ് അസോസിയേഷൻ പട്ടാമ്പി പോലീസിൽ നിവേദനം നൽകി. 1 മാസത്തിനിടെ 2 കവർച്ച നടന്ന പശ്ചാത്തലത്തിൽ പട്ടാമ്പി കീഴായൂരിലെ ജനങ്ങൾ കൂടുതൽ ഭീതിയിലാണ്. വ്യാഴാഴ്ച പുലർച്ചെ മാരകായുധങ്ങളുമായി 3 മോഷ്ടാക്കൾ എത്തിയതാണ് ജനങ്ങളെ കൂടുതൽ ഭീതിയിലാക്കിയിരിക്കുന്നത്. 2 കടകളിലും 1 ക്ഷേത്രത്തിലും മോഷ്ടാക്കൾ കവർച്ച നടത്തിയിരുന്നു. മാരകായുധങ്ങളുമായി 3 പേർ റോഡിലൂടെ നടന്നുപോകുന്ന CCTV ദൃശ്യവും നിവാസികൾക്ക് ലഭിച്ചിട്ടുണ്ട്. മോഷണം നടന്ന അന്ന് തന്നെ നിവാസികൾ സ്റ്റേഷനിൽ വിളിച്ച് പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തി റോഡിലൂടെ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. പോലീസ് വരുന്നത് കണ്ട് മോഷ്ടാക്കൾ ഓടി ഒളിക്കുന്ന ദൃശ്യങ്ങളും CCTVയിൽ കാണാനായിട്ടുണ്ട്. പുലർച്ചെ 2-നും 3-നും ഇടയിലാണ് മോഷണം. പോലീസ് വന്നു പോയതിനു ശേഷവും മോഷ്ടാക്കൾ റോഡിലൂടെ കടന്നുപോകുന്ന ദൃശ്യവും CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. യാതൊരു കൂസലുമില്ലാതെയാണ് മോഷ്ടാക്കൾ
മാരകായുധങ്ങളുമായി റോഡിലൂടെ നടന്നുപോകുന്നത്. എന്തായാലും കീഴായൂരിലെ ജനങ്ങൾ കൂടുതൽ ഭീതിയിലാണെന്നും പോലീസിന്റെ നൈറ്റ് പട്രോളിംഗ് കൂടുതൽ കാര്യക്ഷമമാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കീഴായൂരിലെ ശ്രീശൈലം റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ രംഗത്തെത്തിയിട്ടുണ്ട്. പട്ടാമ്പി പോലീസിൽ നിവേദനം നൽകിയിട്ടുണ്ടെന്നും അസോസിയേഷൻ പ്രസിഡന്റ് വിനോദ് പറഞ്ഞു. ഇത് വളരെ ഷോക്കിംഗ് ആണ്, എല്ലാവരും വളരെ ഭീതിയാണ്. ഇത് ഏകദേശം നമ്മളെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ ഏകദേശം 2 മണിക്കും 3 മണിക്കും ഇടയ്ക്കാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. അവർ കയ്യിൽ മാരകായുധങ്ങളുമായി മെയിൻ റോഡിലൂടെയായിരുന്നു നടന്നിരുന്നത്. ഞങ്ങളേതായാലും ഒരു ശ്രീശൈലം റെസിഡൻസ് അസോസിയേഷൻ ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ. അവർ കാര്യമായി അത് അന്വേഷിച്ചു നടപടി എടുക്കാമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. ഇവിടെ അതേപോലെ നൈറ്റ് പട്രോളിംഗ് കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നടപടിയും എടുക്കാമെന്ന് നേരിട്ട് ഉറപ്പ് തന്നിട്ടുണ്ട്. ഞങ്ങളത് വളരെ ഫലപ്രദമായി പോലീസുകാർ അതിൽ എന്താ പറയുക, അവർ എന്തായാലും അതിൽ ഇടപെടും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതേസമയം മോഷ്ടാക്കളെ പിടികൂടാനുള്ള പരിശോധന കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ടെന്ന് പോലീസും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. പാലക്കാട് മെഡിക്കൽ കോളേജ് ഓപ്പറേഷൻ തിയേറ്റർ ബ്ലോക്ക് 1 മാസത്തിനകം പ്രവർത്തന സജ്ജമാക്കുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. പാലക്കാട് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളുമായും ഉദ്യോഗസ്ഥരുമായും നടത്തിയ ചർച്ചയ്ക്ക് ശേഷം പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. ഡെപ്യൂട്ടേഷനിലൂടെ ആരോഗ്യവകുപ്പിൽ നിന്ന് പാലക്കാട് മെഡിക്കൽ കോളേജിൽ അധ്യാപകരെ നിയമിക്കുമെന്നും മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. PSC നിയമന നടപടികൾ ത്വരിതപ്പെടുത്തും. ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര, മെഡിക്കൽ കോളേജ് ഡയറക്ടർ OK മണി, പ്രിൻസിപ്പൽ ഇൻചാർജ് വിനയകുമാർ, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ശ്രീരാം, ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ കെ ശ്രീജ, ഡെപ്യൂട്ടി DMO ഡോക്ടർ കാവ്യ, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് A പ്രസാദ്, വിദ്യാർത്ഥി പ്രതിനിധികൾ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മന്ത്രിതല ചർച്ചയിലും പാലക്കാട് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളുടെ സമരം ഒത്തുതീർപ്പാക്കാത്ത സാഹചര്യത്തിൽ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് BJP. ആരോഗ്യരംഗത്ത് നമ്പർ 1 എന്നത് സർക്കാരിന്റെ വിടുവായത്തം മാത്രമാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ പറഞ്ഞു. മെഡിക്കൽ കോളേജിന് മുന്നിലെ സമരപന്തലിലെത്തിയാണ് BJP വിദ്യാർത്ഥി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത്. 10 വർഷം മുമ്പ് സ്ഥാപിക്കപ്പെട്ട പാലക്കാട് മെഡിക്കൽ കോളേജ് ഇന്നും ബാലാരിഷ്ടതയിലാണെന്ന് BJP നേതാക്കൾ പറഞ്ഞു. ആവശ്യത്തിന് ഡോക്ടർമാരും അനുബന്ധ ഉപകരണങ്ങളുമില്ലാത്ത മെഡിക്കൽ കോളേജ് സർക്കാർ കെടുകാര്യസ്ഥതയുടെ സ്മാരകമാണ്. ഇതിന് തെളിവാണ് സർക്കാരിനെതിരെയുള്ള SFI സമരം. ആവശ്യത്തിന് അധ്യാപകരെ പോലും നിയമിക്കാതെ വിദ്യാർത്ഥികളുടെ ഭാവി വെച്ചാണ് സർക്കാർ കളിക്കുന്നത്. മെഡിക്കൽ ബോർഡിന്റെ ശുപാർശകളല്ല, രാഷ്ട്രീയ ശുപാർശകളാണ് മെഡിക്കൽ കോളേജിൽ നടക്കുന്നത്. സർക്കാരിന്റെ തികഞ്ഞ അവഗണനയ്ക്കെതിരെ വിദ്യാർത്ഥികൾ നടത്തുന്ന സമരത്തിന് എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, BJP ജില്ലാ ജനറൽ സെക്രട്ടറി P. വേണുഗോപാൽ, ഓമനക്കുട്ടൻ, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ, ബാബു വെണ്ണക്കര തുടങ്ങിയവരും C. കൃഷ്ണകുമാറിനൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അതിരപ്പള്ളി ഷോളയാർ അമ്പലപ്പാറ റോഡ് നിർമ്മാണ കമ്പനിയുടെ വാഹനം കാട്ടാനക്കൂട്ടം തകർത്തു. കഴിഞ്ഞ രാത്രിയിലാണ് അമ്പലപ്പാറയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി കമ്പനിയുടെ ലോറിയും നിർമ്മാണ അനുബന്ധ സാമഗ്രികളും ജനറേറ്ററും ഉൾപ്പെടെ തകർത്തത്. വാഹനം റോഡരികിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. രാവിലെ തൊഴിലാളികൾ എത്തിയപ്പോഴാണ് സംഭവം അറിഞ്ഞത്. സപ്ലൈകോക്ക് നെല്ല് നൽകി 8 മാസമായിട്ടും പണം ലഭിച്ചില്ല. കോട്ടായി, പെരിങ്ങോട്ടുകുറിശി, മാത്തൂർ മേഖലയിലെ കർഷകരാണ് കടുത്ത പ്രതിസന്ധിയിലായത്. സഹികെട്ട കർഷകർ ബാങ്കിലെത്തി മാനേജറെ കാര്യം ധരിപ്പിച്ചു. 2 ദിവസത്തിനകം പരിഹാരമുണ്ടാക്കുമെന്ന് മാനേജർ ഉറപ്പു നൽകിയതായി കർഷകർ പറഞ്ഞു. സപ്ലൈകോക്ക് നെല്ല് നൽകി 8 മാസമായിട്ടും പണം ലഭിക്കാത്തതിൽ സഹികെട്ട കർഷകർ കൂട്ടമായി ബാങ്കുകളിലെത്തി മാനേജർമാരുമായി സംസാരിക്കുകയായിരുന്നു. 2 ദിവസത്തിനകം പരിഹാരമുണ്ടാക്കുമെന്ന് ഇവർക്ക് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. കോട്ടായി, പെരിങ്ങോട്ടുകുറിശി, മാത്തൂർ മേഖലയിലെ കർഷകരാണ് വെള്ളിയാഴ്ച സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കോട്ടായി ശാഖയിലും കനറ ബാങ്ക് കോട്ടായി ശാഖയിലും എത്തി മാനേജർമാരുമായി സംസാരിച്ചത്. നെല്ല് നൽകിയതിന്റെ PRS ലഭിച്ച മാസങ്ങളായിട്ടും പണം ലഭിക്കാത്തതാണ് കർഷകരെ ക്ഷുഭിതരാക്കിയത്. സപ്ലൈകോയിൽ അന്വേഷിച്ചാൽ പണം അക്കൗണ്ടിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് പറയും. ബാങ്കിൽ ചോദിച്ചാൽ എത്തിയിട്ടില്ലെന്നാണ് വിശദീകരണം. ബാങ്കിൽ നേരിട്ടെത്തി അന്വേഷിച്ചപ്പോൾ 100 കണക്കിന് കർഷകരുടെ അക്കൗണ്ട് ക്ലിയറൻസ് നടത്താനുണ്ടെന്നും 1 ദിവസം പരമാവധി 30 പേരുടെ മാത്രമേ ശരിയാക്കാൻ കഴിയൂവെന്നും അക്കൗണ്ടിൽ പണമെത്തിയവരുടെ തുക ജൂൺ 18-നകം ലഭ്യമാക്കുമെന്നും മാനേജർമാർ കർഷകർക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട്. ഇതോടെയാണ് കർഷകർ പിരിഞ്ഞുപോയത്. PMO ലിസ്റ്റ് ഇവിടെ അയച്ചിട്ടുണ്ട്. മെയ് 10 വരെ വെരിഫിക്കേഷൻ കഴിഞ്ഞ ലിസ്റ്റ് ഇവിടെ ബാങ്കിൽ എത്തിച്ചിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ ഈ പ്രശ്നമായിട്ട് പരിഹാരത്തിന് വേണ്ടി ബാങ്കുകളെ സമീപിച്ചിരുന്നു. ആ സമയത്ത് അവർ പറഞ്ഞിരിക്കുന്നത് ഈ ചൊവ്വാഴ്ചയോട് കൂടിയിട്ട് 2 ബാങ്കുകളും SBIയും കനറ ബാങ്കും പ്രശ്നം പരിഹരിച്ചു തരാമെന്ന് കേട്ടിട്ടുണ്ട്. കർഷകരുടെ രണ്ടാമത്തെ പ്രശ്നം
PRSുമായി ബന്ധപ്പെട്ടായിരുന്നു. PRS കയ്യിൽ കിട്ടി മാസങ്ങൾക്ക് ശേഷമാണ് പണം ലഭിക്കുക. പണത്തിനായി ഇത് ബാങ്കിൽ ഹാജരാക്കണം. PRSൽ രേഖപ്പെടുത്തിയ വിവരങ്ങൾ 2 ആഴ്ചയ്ക്കകം മാഞ്ഞുപോകും. പിന്നീട് ഇതുമായി ചെന്നാൽ രേഖയിലെ വിവരങ്ങൾ കാണുന്നില്ലെന്നും പണം തരണമെങ്കിൽ സപ്ലൈകോ അധികൃതരുടെ ഒപ്പുവാങ്ങി വരണമെന്നും പറഞ്ഞ് തിരിച്ചയക്കുകയാണ് പതിവ്. കർഷകന്റെ കയ്യിലുള്ള PRSൽ മാഞ്ഞുപോയാലും ബാങ്കിലെ കമ്പ്യൂട്ടറിൽ EPRS ഉണ്ടാവുമല്ലോ എന്നാണ് കർഷകർ പറയുന്നത്. ഇത് കർഷകരോടുള്ള ദ്രോഹമാണെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു. PRS കിട്ടാൻ തന്നെ നമ്മൾ ഏതിന്റെ അപേക്ഷ കൊടുക്കുന്നതിൽ അപാകതകൾ വന്ന കാരണം പിന്നെ ഒരു 1.5 മാസം കഴിയും. പാഡിക്ക് 2 മാസം കിടന്നു, ഇവിടെ 1 മാസം കഴിഞ്ഞു. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ട്. ഞങ്ങളുടെ 8 മാസം കിട്ടിയ പൈസ കൊണ്ടാണ് ഞങ്ങളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? അതേസമയം ബാങ്കിന്റെ മേലധികാരികളിൽ നിന്നുള്ള നിർദ്ദേശം പാലിക്കാനേ തരമുള്ളൂ എന്നാണ് ശാഖാ മാനേജർമാരുടെ വിശദീകരണം. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പെരുന്നാളിന്റെ ഭാഗമായി പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി മൈലാഞ്ചിയിടൽ, മാപ്പിളപ്പാട്ട് മത്സരം എന്നിവ സംഘടിപ്പിച്ചു. മൈലാഞ്ചി ഫൈനലിസ്റ്റ് അർഷിദ് കമാൽ സമ്മാനദാനം നിർവഹിച്ചു. പെരുന്നാളിനോടനുബന്ധിച്ച് പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്കായാണ് ഈദ് ഇശൽ 2024 സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി മൈലാഞ്ചി മൊഞ്ച്, മാപ്പിളപ്പാട്ട് മത്സരം, റെക്സ് ഈദ് ഡാൻസ് ഫ്യൂഷൻ, പെരുന്നാൾ മേളം എന്നീ പരിപാടികൾ സംഘടിപ്പിച്ചു. നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. മത്സര വിജയികൾക്ക് സമാപന ചടങ്ങിൽ മൈലാഞ്ചി ഫൈനലിസ്റ്റ് അർഷിദ് കമാൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സ്കൂളിലെ അധ്യാപകർ പരിപാടിക്ക് നേതൃത്വം നൽകി. എല്ലാ വർഷവും തന്നെ ഇതുപോലെയുള്ള മൈലാഞ്ചിയിടലും മത്സരങ്ങളും അതുപോലെ അതിനുശേഷം വിവിധ കലാപരിപാടികളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. ഇതിൻ്റെ മാത്രമല്ല, ഓരോ ആഘോഷങ്ങളും ഓരോ തവണയും നമ്മൾ ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കാറുണ്ട്. കുട്ടികളുടെ ഒരു സന്തോഷം, അതാണ് നമ്മൾ വളരെ പ്രധാനമായിട്ട് കാണുന്നത്. പഠനത്തോടൊപ്പം തന്നെ അവരുടെ സന്തോഷത്തിനും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടും കൂടിയാണ് ഇത്തരം മത്സരങ്ങൾ. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കേരളശ്ശേരി പഞ്ചായത്തിലെ അങ്കണവാടികൾക്ക് ഊർജ്ജ സംരക്ഷണ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി സേതുമാധവൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ ഹരിത കേരള മിഷൻ അംഗൻജ്യോതി പദ്ധതിയുടെ ഭാഗമായാണ് കേരളശ്ശേരി പഞ്ചായത്തിലെ അംഗൻവാടികൾക്ക് ഊർജ്ജ സംരക്ഷണ ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ വിചാരിച്ചു നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ വലിയ രീതിയിലുള്ള പദ്ധതികൾ ഏറ്റെടുത്തിട്ടുണ്ട്. ജലജീവൻ പദ്ധതി, അങ്ങനെ ഒട്ടനവധി പദ്ധതികൾ ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും പൂർണ്ണതയെത്തിയിട്ടില്ല. പക്ഷേ മെയ് 30 പോകുമ്പോൾ മിക്ക പ്രദേശങ്ങളിലും കുടിവെള്ളം പോലും സുഗമമായി ലഭിക്കാത്ത ഒരുപാട് പ്രശ്നമുണ്ട്. കാരണം അത് ആര് വരുന്ന ജനപ്രതികൾ മാത്രം ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇതെല്ലാവരും ഞാനും നിങ്ങളോടങ്ങുന്ന നമുക്കൊക്കെ ഇതിന്റെ ഉത്തരവാദിത്തമുണ്ട്. ഒരു 5 കൊല്ലം കൂടെ ജനപ്രതി. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുനിൽ അധ്യക്ഷത വഹിച്ചു. നവകേരള മിഷൻ കോർഡിനേറ്റർ റഷീദ് പദ്ധതി വിശദീകരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫെബിൻ റഹ്മാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ OK രാമചന്ദ്രൻ, M രമ, ICDS സൂപ്പർവൈസർ പ്രജി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ലോക രക്തദാന ദിനത്തിന്റെ ഭാഗമായി ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് കീഴിലുള്ള ലൈഫ് ക്ലിക്ക് ബ്ലഡ് ഡൊണേഷൻ ക്ലബ്ബ് തൃശൂർ മെഡിക്കൽ കോളേജിൽ രക്തദാന ക്യാമ്പ് നടത്തി. ഡോക്ടർ ഡി സുഷമ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. 14 മേഖലകളിൽ നിന്ന് തിരഞ്ഞെടുത്ത 70ഓളം AKPA മെമ്പർമാർ രക്തദാനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ AKPA തൃശൂർ ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അർച്ചന കെ മുഖ്യപ്രഭാഷണം നടത്തി. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി PV ഷിബു, ഡോക്ടർമാരായ PS അഞ്ജലി, ആഷ്ലി മോൻസൺ മാത്യു, കൗൺസിലർ പ്രീതി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ്. ബ്ലഡ് ബാങ്ക് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ബ്ലഡ് ഡൊണേഷൻ. അപ്പോൾ ഇങ്ങനെയൊരു തീരുമാനമായി മുന്നോട്ട് വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമുക്കെപ്പോഴും ബ്ലഡിൻ്റെ ഒരു സ്കേഴ്സിറ്റി, ദൗർലഭ്യം എപ്പോഴും ഉള്ളതാണ്. അത് മീറ്റ് ചെയ്യാനും മറ്റുള്ളവർക്ക് മാതൃകയാനും ബ്ലഡ് ഡൊണേഷൻ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മുന്നിട്ടെടുക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. വന്നിരിക്കുന്ന എല്ലാ രക്തദാതാക്കളെയും ഞങ്ങൾ അഭിനന്ദിക്കുന്നു. 2 ദിവസങ്ങളിലായാണ് AKPAയുടെ 14 മേഖലകളിൽ നിന്ന് തെരഞ്ഞെടുത്ത 70ഓളം പേർ മെഡിക്കൽ കോളേജിലെത്തി രക്തം ദാനം ചെയ്തത്. ജില്ലാ രക്തദാന കോർഡിനേറ്റർ PV മുരളി സ്വാഗതവും സന്തോഷ് ഫോട്ടോ ഫ്ലാഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പത്തിരിപ്പാല സീനിയർ ബേസിക് സ്കൂളിന് സ്വന്തം വാഹനമായി. വിദ്യാർത്ഥികളുടെ യാത്രാദുരിതത്തിന് പരിഹാരം കാണാൻ വാഹനം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് അധ്യാപിക അശ്വതിയാണ് സാമ്പത്തിക സഹായം നൽകിയത്.
ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CA നസ്രിൻ സ്കൂൾ വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു. നമ്മുടെ വാർഡിൽ നിലവിൽ 2 സ്കൂളാണുള്ളത്. പേരൂർ സ്കൂളും അതുപോലെ തന്നെ ഈ പത്തിരിപ്പാല SBS സ്കൂളും. 2 സ്കൂളുകളുടെയും മുന്നേറ്റത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഞ്ചായത്ത് ഭരണസമിതിക്ക് മുമ്പാകെ ഞാൻ എന്നും ആവശ്യപ്പെട്ടിട്ടുള്ളതും. ഇനി തുടർന്നും അങ്ങനെ തന്നെ ആയിരിക്കും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക. തീർച്ചയായും എല്ലാ വിദ്യാലയങ്ങളും വിദ്യാർത്ഥികൾക്ക് വളരെയേറെ നല്ല രീതിയിൽ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ നല്ല മാതൃകാപരമായ മനുഷ്യരാകാൻ കൂടി പഠിപ്പിക്കുന്ന ഒരു രീതിയിലുള്ള നല്ലൊരു സ്ഥാപനമാകാൻ കഴിയട്ടെ. അതിലൂടെ തീർച്ചയായിട്ടും ടീച്ചർമാരാണെങ്കിലും അത് നല്ല രീതിയിൽ അവർക്കത് പ്രചോദനപ്രദമാകട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ്. ചടങ്ങിൽ വിദ്യാലയ വികസന സമിതി ചെയർമാൻ AVM ബഷീർ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക സജീറ, വികസന സമിതി അംഗങ്ങളായ TA സക്കറിയ, PM യൂസഫ്, PTA പ്രസിഡന്റ് ചന്ദ്രിക എന്നിവർ സംസാരിച്ചു. വാഹനത്തിന് സാമ്പത്തിക സഹായം നൽകിയ അശ്വതി ടീച്ചറെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നസറിൻ അഭിനന്ദിച്ചു. അധ്യാപകരായ ഷംല താജു, നൌഷിജ തുടങ്ങിയവർ പങ്കെടുത്തു. അധ്യാപകർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, വികസന സമിതി അംഗങ്ങൾ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. വാഹനമെത്തിയതോടെ ഏറെ ആഹ്ലാദത്തിലാണ് വിദ്യാർത്ഥികൾ. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പട്ടാമ്പി ശ്രീ പന്തക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ശ്രീധരൻ മരത്തു മനക്കൽ ദിവാകരൻ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പട്ടാമ്പി പന്തക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം വെള്ളിയാഴ്ച ആഘോഷിച്ചു. രാവിലെ അഷ്ടാദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ തുടങ്ങി. ഉഷപൂജ, വിശേഷാൽ പൂജകൾ, ഉച്ചപൂജ, പ്രസാദകൂട്ട് തുടങ്ങിയ ചടങ്ങുകളും നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ശ്രീധരൻ മനക്കൽ ദിവാകരൻ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തിരുന്നു. ഭക്തർക്ക് അന്നദാനവും ഉണ്ടായിരുന്നു. വൈകിട്ട് ചുറ്റുവിളക്ക്, നിറമാല, ദീപാരാധന, പുറത്തേക്ക് എഴുന്നള്ളിപ്പ് എന്നിവയുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. 81 വയസ്സിൽ വിദ്യാർത്ഥിയുടെ കുപ്പായമണിഞ്ഞ് തൃശൂർ കയ്പമംഗലം സ്വദേശി അബ്ദുൽ ഖാദർ. അറിവ് നേടുക എന്ന ലക്ഷ്യം മാത്രമാണ് പഠനത്തിന് പിന്നിലെന്ന് അബ്ദുൽ ഖാദർ പറയുന്നു. കാലിക്കറ്റ് സർവകലാശാല അഫ്സലുൽ ഉലമ പ്രിലിമിനറി പരീക്ഷയ്ക്കാണ് അബ്ദുൽ ഖാദർ എത്തിയത്. കയ്പമംഗലം കൊപ്രക്കളം ബുസ്താനുൽ ഉലൂം അറബിക് കോളേജിലെ പരീക്ഷാ ഹാളിൽ ഒന്നാമതിരിക്കുന്ന വിദ്യാർത്ഥിയെ കണ്ടപ്പോൾ മറ്റു വിദ്യാർത്ഥികൾക്ക് കൗതുകമായി. കാര്യങ്ങൾ തിരക്കിയപ്പോൾ കൗതുകം ഇരട്ടിച്ചു. പരീക്ഷ തുടങ്ങിയതോടെ 1ാം സ്ഥാനക്കാരൻ ആത്മവിശ്വാസത്തോടെ എഴുതാൻ തുടങ്ങി. 65 വർഷം മുമ്പ് 10ാം ക്ലാസ് പഠനം പൂർത്തിയാക്കി വിദ്യാലയത്തോട് വിട പറഞ്ഞ കയ്പമംഗലം സ്വദേശി കോലോത്തുംപറമ്പിൽ അബ്ദുൽ ഖാദർ എന്ന 81കാരനാണ് വാർദ്ധക്യത്തിന്റെ തളർച്ചയിലും തളരാത്ത പഠനവീര്യവുമായി പരീക്ഷ എഴുതാൻ എത്തിയത്. പരീക്ഷ എഴുതണമെന്ന ആഗ്രഹം അറിയിച്ചപ്പോൾ പല ഭാഗത്തു നിന്നും എതിർപ്പുകളും അവഗണനയും നേരിടേണ്ടി വന്നുവെങ്കിലും അറിവ് നേടുക എന്ന ലക്ഷ്യമാണ് തന്നിൽ ഉണ്ടായതെന്ന് അബ്ദുൽ ഖാദർ പറഞ്ഞു. പ്രത്യേകിച്ച് വീട്ടിൽ പണിയില്ല, അപ്പോൾ ഒരാഗ്രഹം എന്തായാലും നമുക്കൊന്ന് എഴുതി നോക്കാം. അങ്ങനെയാണ് പ്രിലിമിനറി ഫസ്റ്റ് ഇയറിന് എഴുതാൻ ഇരുന്നത്. പിന്നെ കോളേജായിട്ട് യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ അതിന് മുടക്കമൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഒരു ഓൺലൈനായിട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അത് വലിയ സക്സസ് അല്ല, എന്നാലും കുറേയൊക്കെ നമ്മളെ ഇതോട് പ്രയത്നം കൊണ്ട് 6 വിഷയം ഉണ്ടായിരുന്നു. ചിലത് 1-2 ടഫായിരുന്നു. പക്ഷേ അതിപ്പോൾ പിന്നീടും നമുക്ക് അങ്ങനെ എഴുതാൻ കഴിയുന്നതാണ്. അല്ല, ഒരു ഉദ്ദേശമില്ല, നമുക്ക് ഒരു അറിവ് നേടുക എന്ന് മാത്രമേ ഉള്ളൂ. SSLC സർട്ടിഫിക്കറ്റുമായി നേരെ എത്തിയത് കാലിക്കറ്റ് സർവകലാശാലയിലേക്ക്. സർവകലാശാല അധികൃതർ അബ്ദുൽ ഖാദറിന്റെ ആഗ്രഹത്തിന് പച്ചക്കൊടി കാണിച്ചതോടെ ആത്മാർത്ഥമായ ആഗ്രഹത്തിനും ആത്മവിശ്വാസത്തിനും മുന്നിൽ പ്രായത്തിന്റെ തളർച്ച വഴിമാറി. അബ്ദുൽ ഖാദർ വീണ്ടും വിദ്യാർത്ഥിയുടെ കുപ്പായമണിഞ്ഞു. ഓൺലൈനായി ക്ലാസ്സിൽ പങ്കെടുത്താണ് പരീക്ഷ എഴുതാൻ എത്തിയത്. 6 വിഷയങ്ങളിലും പരീക്ഷ എഴുതി കാത്തിരിക്കുകയാണ്. 35 വർഷം പ്രവാസ ജീവിതം നയിച്ച അബ്ദുൽ ഖാദർ 2000-ലാണ് നാട്ടിൽ സ്ഥിരമായത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അന്തരിച്ച മാധ്യമപ്രവർത്തകൻ UV വിനീഷിന് നാടിന്റെ അന്ത്യാഞ്ജലി. രാവിലെ ഷൊർണൂരിൽ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം ശാന്തിതീരത്ത് സംസ്കരിച്ചു. സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവർ അന്ത്യോപചാരം അർപ്പിച്ചു. ചെന്നൈയിലെ ആശുപത്രിയിൽ വെച്ച് അന്തരിച്ച മാധ്യമപ്രവർത്തകൻ UV വിനീഷിന്റെ ഭൗതിക ശരീരം വെള്ളിയാഴ്ച രാവിലെയാണ് ഷൊർണൂരിലെത്തിച്ചത്. 8:30 ഷൊർണൂർ സർവീസ് ബാങ്ക് പരിസരത്ത് മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ഉൾപ്പെടെ സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവർ അന്ത്യോപചാരമർപ്പിക്കാൻ എത്തിയിരുന്നു. പാലക്കാട് MP VK ശ്രീകണ്ഠൻ, ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, CPM നേതാക്കളായ S അജയകുമാർ, S കൃഷ്ണദാസ്, കോൺഗ്രസ് നേതാക്കളായ TH ഫിറോസ് ബാബു, TY ഷിഹാബുദ്ദീൻ, VK ശ്രീകൃഷ്ണൻ, TK ബഷീർ, BJP നേതാക്കളായ MP സതീഷ് കുമാർ, EP നന്ദകുമാർ, K പ്രസാദ് തുടങ്ങി നിരവധി പേർ
അന്ത്യോപചാരമർപ്പിച്ചു. അരമണിക്കൂർ നേരത്തെ പൊതുദർശനത്തിന് ശേഷം ഭൗതിക ശരീരം ഷൊർണൂർ ശാന്തിതീരം ശ്മശാനത്തിൽ സംസ്കരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മലയാള മനോരമ ഷൊർണൂർ ലേഖകൻ UV വിനീഷിന്റെ നിര്യാണത്തിൽ ഷൊർണൂർ പൗരാവലിയുടെ അനുശോചനം. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശിന്റെ അധ്യക്ഷതയിലായിരുന്നു അനുശോചന യോഗം. അനുശോചന യോഗത്തിൽ VK ശ്രീകണ്ഠൻ MP, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K കൃഷ്ണകുമാർ, കൗൺസിലർ ഷൊർണൂർ വിജയൻ, മലയാള മനോരമ കോർഡിനേറ്റിംഗ് എഡിറ്റർ സുരേഷ് ഹരിഹരൻ, പാലക്കാട് പ്രസ് ക്ലബ്ബ് സെക്രട്ടറി മധുസൂദനൻ കർത്ത, M നാരായണൻ, T ശങ്കരൻകുട്ടി, EP നന്ദകുമാർ, TH ഫിറോസ് ബാബു, VK ശ്രീകൃഷ്ണൻ, ഷൊർണൂർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഇബ്രാഹിം കുന്നത്ത്, V അനൂപ് എന്നിവർ സംസാരിച്ചു. ഞാനാണ് ഏറ്റവും കൂടുതൽ വിനീഷിനെ കൊണ്ട് നടന്നത് തുടക്കത്തിൽ. അങ്ങനെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് S കോളേജിൽ എപ്പോഴും സംഘർഷം. വിനീഷ് നല്ല പേടിയാണ്. പ്രധാനപ്പെട്ട പഠനത്തിനൊക്കെ പിന്നിലേ വരുള്ളൂ. അങ്ങനെ ഞാൻ പിടിച്ച് മുമ്പിലേക്ക് കൊണ്ടുപോകും. പിള്ളേരെ കൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗം ഞാൻ കൊണ്ടുപോയി ഒരിക്കൽ സംസാരിക്കാൻ ക്യാമ്പയിൻ നടക്കുക ക്ലാസ്. അപ്പോൾ പിന്നെ അത്യാവശ്യം നന്നായി സംസാരിക്കാൻ നന്നായിട്ടാണ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൗൺസിൽ നടത്തിവരുന്ന മോണ്ടിസോറി അധ്യാപക പരിശീലന കോഴ്സ് ആരംഭിച്ചു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഫീസ് ഇളവും പഠനത്തോടൊപ്പം ജോലിയും ലഭ്യമാക്കുമെന്ന് ഫാക്കൽറ്റിമാരായ ഷിറിൻ മുബീന, സുധാ മേനോൻ എന്നിവർ പാലക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 10ാം തരം മുതൽ ഡിഗ്രി വരെ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് കോഴ്സിൽ ചേരാനാകും. ക്ലാസുകൾ ഓൺലൈനായി നടത്തുന്നതിനാൽ വീട്ടമ്മമാർക്ക് ഉപകാരപ്രദമാണ്. സർക്കാർ അംഗീകൃത കോഴ്സ് വിജയിക്കുന്നവർക്ക് ഇന്ത്യക്കകത്തും വിദേശത്തും ജോലി സാധ്യത കൂടുതലാണെന്ന് ഫാക്കൽറ്റിമാരായ ഷെറിൻ മുബീന, സുധാ മേനോൻ എന്നിവർ പറഞ്ഞു. സ്പോക്കൺ ഇംഗ്ലീഷ്, വ്യക്തിത്വ വികസനം എന്നീ പാഠ്യപദ്ധതികളും കോഴ്സിന്റെ ഭാഗമാണെന്നും ഇരുവരും അറിയിച്ചു. എല്ലാ CBSE, ICSE, ഇന്റർനാഷണൽ സിലബസിലുള്ള നടക്കുന്ന സ്കൂളുകളിൽ നമ്മുടെ ട്രെയിൻഡ് ടീച്ചേഴ്സിന് നല്ല പ്ലേസ്മെന്റ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. ഇതുവരെയ്ക്കുള്ള സൂം ക്ലാസ്സസ് ഞങ്ങളുടെ 80th ബാച്ചാണ് ഇപ്പോൾ തുടങ്ങാൻ പോകുന്നത്. ഇൻഫാക്ട് തുടങ്ങിയിരിക്കുന്നു. 99% ടീച്ചേഴ്സ് പ്ലേസ്ഡ് ആണ്. 2 വർഷത്തെ TTC കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ അവർക്ക് അഡ്വാൻസ് ഡിപ്ലോമ എന്നുള്ള കോഴ്സ് എടുക്കാം. 1 ഇയർ ആണ് ഇപ്പോൾ നമ്മൾ നൽകുന്ന കോഴ്സിന്റെ കാലാവധി. 10 months നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കും. ഓൺലൈനാണ്, സൂം ക്ലാസ്സസ് ആണ്, ലൈവ് റെക്കോർഡഡ് ആയിട്ടാണ് പോകുന്നത്. അതായത് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ഏൺ ആൻഡ് ലേൺ എന്നൊരു സമ്പ്രദായം കൂടി NCDC നൽകുന്നുണ്ട്. പഠനത്തോടൊപ്പം ജോലി, സോഷ്യൽ മീഡിയ പ്രൊമോട്ടറായിട്ടും കണ്ടന്റ് റൈറ്ററായിട്ടും ന്യൂസ് റീഡിംഗ് ആൻഡ് പോസ്റ്റർ ക്രിയേഷൻ എന്നുള്ള തസ്തികയിലാണ് കുട്ടികൾക്ക് വർക്ക് ചെയ്യാൻ കഴിയുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അധ്യാപക വിദ്യാർത്ഥി ആത്മബന്ധത്തിന്റെ നേർസാക്ഷ്യമായി പഴയലക്കിടി സീനിയർ ബേസിക് സ്കൂളിലെ വൈകാരിക നിമിഷങ്ങൾ. സ്ഥലം മാറിപ്പോകുന്ന പ്രേമൻ എന്ന അധ്യാപകനെ പറഞ്ഞുവിടാൻ തയ്യാറാകാതെ വിതുമ്പിയ കുട്ടികൾ ഒടുവിൽ ഈ വിദ്യാലയത്തിലേക്ക് തന്നെ തിരിച്ചെത്തുമെന്ന ഉറപ്പ് ലഭിച്ചതോടെയാണ് മനസ്സില്ലാ മനസ്സോടെ പോകാൻ അനുവദിച്ചത്. അധ്യാപകൻ പോകുമ്പോൾ ഉറക്കെ കരയുന്ന കുട്ടിക്കൂട്ടത്തിന്റെ വൈകാരിക പ്രകടനം പ്രേമൻ മാഷുമായുള്ള കുട്ടികളുടെ ആത്മബന്ധത്തെ തുറന്നുകാട്ടുന്നു. പഴയലക്കിടി ഗവൺമെന്റ് സീനിയർ ബേസിക് സ്കൂളിൽ അധ്യാപകനായിരുന്ന മനശ്ശേരി കപ്പൂരപ്പടി K പ്രേമനാണ് സ്ഥലം മാറിപ്പോകുന്നത്. സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അത്രയും പ്രിയപ്പെട്ടവനായിരുന്നു പ്രേമൻ. സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളിൽ നിന്നു തന്നെ അത് ബോധ്യമാണ്. കുട്ടിക്കൂട്ടം കരഞ്ഞുകൊണ്ടാണ് വഴി തടഞ്ഞത്. മാഷ് പോകേണ്ട എന്നായിരുന്നു കുട്ടികളുടെ ആവശ്യം. കുട്ടികളോട് ട്രാൻസ്ഫറാണ്, തിരികെ വരും എന്നെല്ലാം പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രേമൻ മാഷും സഹാധ്യാപകരും പരാജയപ്പെട്ടു. ഒടുവിൽ കുട്ടികളെ ഏറെക്കുറെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് തിരികെ വരാമെന്ന് ഉറപ്പു നൽകിയാണ് പ്രേമൻ വിദ്യാലയത്തിന്റെ പടിയിറങ്ങിയത്. ഈ വിദ്യാലയത്തിലെ കുട്ടികളുമായി 3 വർഷത്തെ പരിചയം മാത്രമേ പ്രേമനുള്ളൂ. എന്നാൽ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ കുട്ടികളുടെ കളിക്കൂട്ടുകാരനായി ഈ അധ്യാപകൻ മാറി. രക്ഷിതാക്കളുമായെല്ലാം അടുത്ത ബന്ധം പുലർത്തി.
കുട്ടികളിൽ സേവന മനോഭാവം വളർത്തി ഒപ്പം പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിലും പരിസ്ഥിതി പ്രവർത്തനങ്ങളിലും ആരോഗ്യ പ്രവർത്തനങ്ങളിലും അവരെ സജീവമാക്കി. വേനൽ അവധിക്കാലത്ത് അധ്യാപക പരിശീലനങ്ങളിലും സജീവമായിരുന്നു. 2003 പ്രേമൻ അധ്യാപകനായി സർവീസിൽ പ്രവേശിച്ചത്. ജോലി ചെയ്ത എല്ലാ വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികളുമായി അടുത്ത ആത്മബന്ധം പുലർത്താനാണ് ശ്രമിച്ചിട്ടുള്ളതെന്ന് പ്രേമൻ പറഞ്ഞു. തോണിപ്പാടം GM LP സ്കൂളിൽ പ്രധാന അധ്യാപകനായാണ് സ്ഥലം മാറ്റം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കൊപ്പം പഞ്ചായത്തിലെ പ്രവാസി കൂട്ടായ്മ ജൂൺ 15 മുതൽ ഓഗസ്റ്റ് 14 വരെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. പഞ്ചായത്തിലെ എല്ലാ പ്രവാസികളും കൂട്ടായ്മയുടെ ഭാഗമാകാൻ മുന്നോട്ട് വരണമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൊപ്പം പഞ്ചായത്തിലെ പ്രവാസികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് 2019 തുടങ്ങിയ ഒരു സംഘടനയാണ് കൊപ്പം പഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മ. സാമൂഹ്യ സാമ്പത്തിക വിദ്യാഭ്യാസ മേഖലയിൽ വളർച്ചയെ ലക്ഷ്യം വെച്ച് പ്രശംസനീയമായ നാഴികല്ലുകൾ പിന്നിട്ടുകൊണ്ട് പ്രവാസികളുടെ സമസ്ത മേഖലകളിലും ഇടപെട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. കൊപ്പം പഞ്ചായത്തിലെ പ്രവാസികളായ അംഗത്വമെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ കൂട്ടായ്മയിൽ അംഗമാവാൻ ജൂൺ 15 മുതൽ ഓഗസ്റ്റ് 14 വരെ വാർഷിക മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൊപ്പം പഞ്ചായത്തിലെ എല്ലാ പ്രവാസികളും കൂട്ടായ്മയുടെ ഭാഗമാകാൻ മുന്നോട്ട് വരണമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൊപ്പം പഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മ 2019 കൊപ്പം പഞ്ചായത്തിലെ പ്രവാസികളെ എല്ലാവരെയും ചേർത്ത് പിടിച്ചൊരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടെ രജിസ്റ്റേർഡ് സംഘടനയായി രൂപീകരിച്ച പഞ്ചായത്തിലെ പ്രവാസികളുടെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ മേഖലകളിൽ വളർച്ചയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രശംസനീയമായ നാഴികക്കല്ലുകൾ പിന്നിട്ടുകൊണ്ട് പ്രവാസികളുടെ സമസ്ത മേഖലകളിലും ഇടപെട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കൊപ്പം പഞ്ചായത്തിലെ പ്രവാസികളായ ഇന്നുവരെ കൂട്ടായ്മയിൽ അംഗത്വം എടുക്കാത്ത എല്ലാ അംഗങ്ങളെയും ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിനിലൂടെ നമ്മുടെ കൂട്ടായ്മയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. കൂടാതെ കൂട്ടായ്മയുടെ തൂവൽ സ്പർശം പദ്ധതിയിലൂടെ മെഡിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന പദ്ധതി 2023 ആരംഭിച്ചതാണ്. കൂട്ടായ്മയിലെ അംഗങ്ങളുടെയോ അവരുടെ മക്കളുടെയോ കല്യാണത്തിന് കൂട്ടായ്മ നിബന്ധനകൾക്കനുസൃതമായി 10,000 രൂപ ധനസഹായമായി നൽകുന്ന പദ്ധതി നിലവിൽ നടന്നുവരുന്നെന്നും ഭാരവാഹികൾ പറഞ്ഞു. കൂട്ടായ്മയിൽ അംഗത്വമെടുക്കുന്ന മെമ്പർമാർക്ക് മരണാനന്തര ധനസഹായം, ഗുരുതരമായ രോഗത്താൽ ഭീമമായ ചികിത്സാ ചെലവ് ആവശ്യമായി വരുന്ന സാഹചര്യത്തിൽ അംഗങ്ങൾക്കുള്ള ചികിത്സാ ധനസഹായം നൽകുന്നതാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ കൂട്ടായ്മ ഭാരവാഹികളായ അഷ്റഫ് അലി മണ്ണേങ്കോട്, അബൂബക്കർ സിദ്ദിഖ്, അബ്ദുൾ റസാഖ്, ചന്ദ്രൻ മണ്ണേങ്കോട്, KT ഉമർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. കുവൈത്ത് ദുരന്തം വാക്കുകൾക്ക് അതീതവും അതീവ ദുഃഖകരവുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ആരോഗ്യമന്ത്രി കുവൈത്തിൽ പോയി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്നും ഗവർണർ. മികച്ച വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിലൂടെ മാത്രമേ പട്ടികജാതി പട്ടികവർഗ സമൂഹത്തിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടാക്കാനാകൂ എന്നും ഇതുകൊണ്ടാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും മന്ത്രി K രാധാകൃഷ്ണൻ. പാലക്കാട് നൂറണി പോസ്റ്റ് മെട്രിക് ഗേൾസ് ഹോസ്റ്റൽ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം തുടങ്ങി. പാലക്കാട് മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ തിയേറ്റർ ബ്ലോക്ക് 1 മാസത്തിനകം പ്രവർത്തന സജ്ജമാക്കുമെന്ന് മന്ത്രിയുടെ ഉറപ്പ്. കേന്ദ്ര സഹമന്ത്രിയായ ശേഷം ആദ്യമായി തൃശൂരിലെത്തിയ സുരേഷ് ഗോപിക്ക് റെയിൽവേ സ്റ്റേഷനിൽ BJP ജില്ലാ കമ്മിറ്റിയുടെ ഉജ്ജ്വല വരവേൽപ്പ്. കൽദായ സുറിയാനി സഭയുടെ തൃശൂരിലെ ആസ്ഥാനത്തെത്തിയ സുരേഷ് ഗോപി സഭാ മുൻ അധ്യക്ഷൻ മാർ അപ്രേം മെത്രോപൊലീത്തയെ സന്ദർശിച്ചു. കോഴിക്കോട് എയിംസ് സ്ഥാപിക്കണമെന്ന ആവശ്യം പ്രാദേശിക വാദത്തിന്റെ ഭാഗമെന്ന് മാധ്യമങ്ങളോട് സുരേഷ് ഗോപി. മന്ത്രിതല ചർച്ചയിലും പാലക്കാട് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളുടെ സമരം ഒത്തുതീർപ്പാക്കാത്ത സാഹചര്യത്തിൽ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് BJP. നേതാക്കൾ സമരപന്തലിലെത്തി പിന്തുണ അറിയിച്ചു. ആരോഗ്യരംഗത്ത് നമ്പർ 1 എന്നത് സർക്കാരിന്റെ വിടുവായത്തം മാത്രമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ. നെല്ല് സംഭരിച്ച് 8 മാസം പിന്നിട്ടിട്ടും സപ്ലൈകോ പണം നൽകിയില്ല. കോട്ടായി, പെരിങ്ങോട്ടുകുറിശി, മാത്തൂർ മേഖലയിലെ കർഷകർ കടുത്ത പ്രതിസന്ധിയിൽ. കൂട്ടത്തോടെ ബാങ്ക് ശാഖകളിലെത്തി കർഷകരുടെ പ്രതിഷേധം. 2 ദിവസത്തിനകം പരിഹാരമുണ്ടാക്കുമെന്ന് ബാങ്ക് അധികൃതർ ഉറപ്പു നൽകിയതായി കർഷകർ. പട്ടാമ്പി മേഖലയിൽ മോഷണങ്ങൾ തുടർക്കഥയായ സാഹചര്യത്തിൽ പോലീസിന്റെ നൈറ്റ് പട്രോളിംഗ് ശക്തമാക്കണമെന്ന ആവശ്യമുന്നയിച്ച് കീഴായൂരിലെ റെസിഡൻസ് അസോസിയേഷൻ പട്ടാമ്പി പോലീസിന് നിവേദനം നൽകി. മാരകായുധങ്ങളുമായി മോഷ്ടാക്കൾ വിലസുന്ന CCTV ദൃശ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഭീതിയൊഴിയാതെ കീഴായൂർ നിവാസികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.